അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആൺകുട്ടികൾക്ക് 2 കൊല്ലം പാല് കൊടുക്കൽ നിർബന്ധമാണോ? പെൺകുട്ടികൾക്ക് 2 കൊല്ലവും ആൺകുട്ടികൾക്ക് 1.5 കൊല്ലവും കൊടുത്താൽ പോരെ? അതല്ല, 2 കൊല്ലത്തിലധികം കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ, കുറവാണെങ്കിലും വിഷയമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുല കൊടുക്കൽ, ഒരു കുട്ടിക്ക് മുല കൊടുക്കൽ കുട്ടിയുടെ ബാധ്യതയും ഉമ്മയുടെ കടമയുമാണ്. വിശുദ്ധ ഖുർആൻ സൂറ ബഖറയുടെ 233-ാമത്തെ വചനത്തിൽ പറയുന്നത്, വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, 2 കൊല്ലം ഉമ്മമാർ പാല് കൊടുക്കണമെന്നാണ്. ലിമൻ അറാദ അയ്യുത്തിമ റളഅത്ത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ 2 കൊല്ലം പാല് കൊടുക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ സൂചനയാണ്. ഇനി ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റു പ്രയാസങ്ങൾ കൊണ്ടോ 2 കൊല്ലം കൊടുക്കാൻ പറ്റിയില്ല, 24 മാസം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഉമ്മക്കും കുഞ്ഞിനും ഒരുപോലെ അനുയോജ്യമാണെങ്കിൽ 2-ലധികം വർഷം കൊടുക്കുന്നതിലും തെറ്റില്ല. പക്ഷേ 2 കൊല്ലം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ നേർക്ക് നേരെയുള്ള സൂചനയാണ്. ആൺകുട്ടികൾക്ക് 1.5 കൊല്ലവും പെൺകുട്ടികൾക്ക് 2 കൊല്ലവും എന്നുള്ള വ്യവച്ഛേദനം വിശുദ്ധ ഖുർആനിലില്ല. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ്. 2 കൊല്ലം കൊടുക്കലാണ് ഖുർആന്റെ നിർദ്ദേശം, സൂചന. അത് ഉമ്മക്കങ്ങനെ ചെയ്യൽ വളരെ നല്ല കാര്യമാണ്, കുട്ടിയോട് ചെയ്യുന്ന നല്ലൊരു കടമയാണ്, കുട്ടിക്കുള്ളൊരു അവകാശവും കൂടിയാണത്. ഇനി അതല്ല, 1.5 കൊല്ലമോ 1.25 കൊല്ലമോ 20 മാസമോ 16 മാസമോ ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉറക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഇസ്ലാമികമായത് ഹറാമൊന്നുമല്ല. ഇനി 25 മാസമോ 30 മാസമോ അഥവാ 2.5 കൊല്ലമോ 2-ലധികം കൊല്ലമോ കൊടുത്തു എന്ന് വെച്ചിട്ടും ഹറാമൊന്നുമല്ല. പക്ഷേ 2 കൊല്ലം എന്നുള്ളത് നേർക്ക് നേരെയുള്ള സൂചനയുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ മാസങ്ങൾ ഖുർആനിലില്ല എന്ന് മനസ്സിലാക്കുക, ഹദീസിലുമില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.